യുഎഇയിലെ ലേബർ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ യുഎഇയുടെ സ്വദേശീവൽക്കരണ മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ നിന്നും കുറഞ്ഞത് 5 കിലോമീറ്റർ എങ്കിലും അകലെയായിരിക്കണം ലേബർ ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. തൊഴിലാളികൾക്ക് ലേബർ ക്യാമ്പുകളിൽ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കണം എന്നതടക്കം നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 1000-ലേറെ തൊഴിലാളികളുള്ള ക്യാമ്പുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അവർക്ക് ATM അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ക്യാമ്പുകളിൽ സൗജന്യ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കണം. ക്യാമ്പുകൾ സെറ്റ് ചെയ്യേണ്ടത് പരിസ്ഥിതി മലിനീകരണം, വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിലായിരിക്കരുത് എന്നുള്ള ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് വ്യായാമവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലുള്ള കളിസ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അത്തരം ഫെസിലിറ്റികൾ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കണം എന്നും കമ്പനികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പൊതു അവധി ദിനങ്ങളിൽ അവർക്ക് മാനസിക ഉല്ലാസം പകർന്ന് നൽകുന്ന വിധത്തിൽ വിനോദ, സാംസ്കാരിക, കായിക മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും യുഎഇയുടെ മാനവ വിഭവശേഷി മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ യുഎഇയിലെ തൊഴിൽ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട്, ലേബർ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഒരു മുഖം മിനുക്കലാണ്, മാറ്റമാണ് സ്വദേശീവൽക്കരണ മാനവ വിഭവശേഷി മന്ത്രാലയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി ലേബർ ക്യാമ്പുകളിൽ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദുബായ് എമിറേറ്റില് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾക്കോ വാഹനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കോ ഇനി നമ്മൾ ടെസ്റ്റിംഗ് സെന്ററിലും മറ്റ് കേന്ദ്രങ്ങളിലും എത്താതെ തന്നെ നമ്മൾ എവിടെയാണോ അവിടെ എത്തി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പരിശോധനകൾ പൂർത്തിയാക്കുന്ന മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് RTA. ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തി വാഹന പരിശോധന പൂർത്തിയാക്കാനുള്ള ആബർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനാണ് RTA ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കമ്പനികളുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് ഏരിയകളിലോ പൊതു പാർക്കിംഗ് ഏരിയകളിലോ ഒക്കെ നേരിട്ടെത്തി വെഹിക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള ഇൻസ്പെക്ഷൻ ജോലികളും പൂർത്തിയാക്കുന്ന വാഹന പരിശോധനയ്ക്കുള്ള ഇൻസ്പെക്ടർമാരടങ്ങുന്ന ഒരു മൊബൈൽ യൂണിറ്റ് ആണ് ആബർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെസിലിറ്റി പ്രയോജനപ്പെടുത്തണമെങ്കിൽ RTAയുടെ മൊബൈൽ ആപ്പുകളിലെത്തി അല്ലെങ്കിൽ മൊബൈൽ സംവിധാനങ്ങളിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. ഒരു അപ്പോയിന്റ്മെന്റിൽ 9ഓളം വാഹനങ്ങൾ പരിശോധിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് വാഹനം ഉണ്ടാവുക, ഏത് തീയതിയിലാണ് വരേണ്ടത്, സമയം, ഇതടക്കമുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് അടുത്തേക്ക് സേവനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു മാറ്റമാണ് RTA മൊബൈൽ വാഹന പരിശോധന യൂണിറ്റിലൂടെ നടപ്പാക്കുന്നത്. അത്തരം സംവിധാനങ്ങളാണ് അധികം വൈകാതെ നമുക്ക് ലഭ്യമായി തുടങ്ങുക. യുഎഇയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഈ ഒരു വാരാന്ത്യം എന്ന് പറയുന്നത്, വീക്കെൻഡ് എന്ന് പറയുന്നത് മഴമേഘങ്ങൾ രൂപപ്പെടുന്ന, പൊടി നിറഞ്ഞ, പൊടിക്കാറ്റടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന, ഹ്യൂമിഡിറ്റി ഉള്ള ഒരു വാരാന്ത്യമായിരിക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. പലയിടങ്ങളിലും മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട്. ഉൾപ്രദേശങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാളെ വ്യാഴാഴ്ച പല മേഖലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക.